എന്റെ മുരുക ഈ ചെറുത്താനാ. ചെകുത്താനാ? അതാ കുള്ളൻ കുപ്പുസ്വാമിയല്ലേ? രണ്ടും എനിക്ക് ഒരുപോലെടാ. അയാൾ അവിടെ മൂത്രമൊഴിക്കാൻ നിർത്തിയതാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? മൂത്രമൊഴിക്കണ കണ്ടില്ലേ? അപ്പൊ കറക്റ്റ് ആണ്. ഇതെന്താ കണ്ടിട്ടില്ലേ? കാശ് കണ്ടാ വാങ്ങിച്ചെടുക്കും. എന്താ കാണിക്കണ്ട, കൈത്തെറുപ്പിൽ വെക്ക്. കൈത്തെറിപ്പില്ലെന്ന്. എന്നാ ഈ കൈത്തെറുപ്പിൽ വെക്ക്. എന്നാ പിന്നെ അയാളുടെ അടുത്തുകൊണ്ടേ കൊടുത്താ പോരെ. ഇതാ മാരിമുത്തുവിന്റെ ചിട്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന 2500 രൂപ. ഇത് കണ്ട അയാൾ മേടിച്ചെടുക്കും. എനിക്കൊരു ഐഡിയ. അയാള് വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി വിളിക്കാം. ഇങ്ങടാ. ഇന്ന് അയാള് കോടലിൽ വന്ന് ആകെ ചമ്മിപ്പോയി. ഞാൻ അറിഞ്ഞു. ഇനി മിണ്ടായിരിക്കും. പോട്ടെ. സ്റ്റോപ്പ് പണിയത് വീട് വந்தாச்சு சார். ഇന്നത്തെ കളക്ഷനും സാറിന് ഇതുക്കുള്ളേ ആക്കും. കിടക്കാച്ച്. ഇയാളുടെ വീടായിരുന്നു. രക്ഷപ്പെട്ടു. അല്ലണ്ണ, അണ്ണൻ ഇയാൾക്കൊരു പണി കൊടുക്കുന്ന കാര്യം പറയാറില്ലേ? അതിപ്പോ കൊടുത്താൽ എന്ത് പണി? അതായത് അയാളുടെ ബാഗിൽ പൈസയാണ്. അത് നമുക്ക് അടിച്ചെടുക്കാനാ? എങ്ങനെ? ഇതുകൊണ്ട് അണ്ണന്റെ 1-2 രൂപയല്ലേ ഇയാൾ അടിച്ചു മാറ്റിയേക്കണത്. അത് ഒന്നിച്ചിന്ന് അടിച്ചു മാറ്റണം. അത് ശരിയാവില്ല. ശരിയാകും. അതേ ശരിയാകൂ. വാ, ഞാൻ പറയണ പോലെ അണ്ണൻ ചെയ്താ മതി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ ആളെ വിളിച്ച് പുറത്തിറങ്ങി അടി തുടങ്ങിയാൽ ഉടനെ അകത്ത് കയറി ബാഗ് എടുത്തോളാം. അടിക്കാനോ? ആ അടിയല്ല, ഇത് അടിക്കണ കാര്യമാണ് പറഞ്ഞത്. വാ. പിന്നെ അതിന്റെ പോയാ നീയോ? ഞാനാ സാറേ. കേറിക്കോ കേറിക്കോ. അല്ല, കേറ്റിക്കോന്ന് പറഞ്ഞതാ. അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. പൊട്ടിക്കല്ലേ? പൊട്ടിക്കാതെ കഴിക്കാൻ പറ്റൂല. വെൽഡ് ചെയ്ത് വെച്ചിരിക്ക. നാണോ ഈ സമയത്താ? നാണമല്ല, തൂക്കം വന്നത് കൊണ്ട് തോന്നിയതാക്കും. ഓ, ഭാര്യ. ഭാര്യ അകത്തുണ്ട്. എന്തെങ്കിലും വേണമോ? ഓക്കെ, അത് ഞാൻ ഏറ്റു. ഞാൻ ഏറ്റെന്നോ? അല്ല, ഞാൻ ഈ ഗ്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞതാ. സാറ് ഇവിടെ ഇരിക്ക്. ഗ്ലാസ് നമുക്ക് പിന്നെ എടുക്കാം. കുറച്ച് കഴിയട്ടെ. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ. എന്താ ഏട്ടാ? 2 ഗ്ലാസ് എടുത്ത. ഇത് കുതിര വണ്ടിക്കാരൻ താമര. ഓ, നമസ്കാരം. പോയി കള്ള് ചെന്ന് കൂട്ടിന് കണ്ണി കണ്ട കുതിരവണ്ടിക്കാരനും കാളവണ്ടിക്കാരനും ഒക്കെയായി കമ്പനി. ഈ മനുഷ്യനെ കൊണ്ട്. ഓ, കൊണ്ടുവരാം. പാതിരാത്രി ആയാലും മനുഷ്യനൊരു സമാധാനം തരത്തില്ല. നാശം. എന്ത് ചെയ്യാനാണ്? എന്തോ? നീ കൊഞ്ചം തണ്ണി കൂടെ എടുത്തോ. കൊണ്ടുവരാം. പുട്ടോ? നിനക്ക് ഒരു കുറ്റി പുട്ട് തരും. വേണ്ടെന്ന് പറയരുത്. ഒരു കുറ്റി പുട്ടിങ്ങെടുത്തോ. കൊണ്ടുവരാം. എനിക്ക് വയ്യ. എന്താ നിനക്ക് ഒരു കുറ്റി പുട്ട് തരും. പുട്ട് വേണം പോലും. പുട്ട്. ചെന്താമരേ, അയ്യോ, ഉള്ളതും പോയി. പുട്ട് തന്നെ വേണോ ചേട്ടാ? എനിക്കല്ല യവനാ. ആഹാ, എങ്കി ഇപ്പൊ തരാം. ഇവനൊക്കെ ഇത് തന്നെ ധാരാളം. എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എങ്കിൽ വീട്ടിൽ പോയിക്കൂടെ? എനിക്കങ്ങനെ പെട്ടെന്ന് പോവാൻ പറ്റുമോ? അതെന്താ? അതൊരു ഗുട്ടൻസാ. ബട്ടൻസാ? ബട്ടൻസ് അല്ല,
അണ്ണാ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. പരീക്ഷിക്കും. എന്നാ പരീക്ഷിക്കണോ? അല്ല ഈ ഓ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. ഈ മനുഷ്യനെ കൊണ്ട് ഒരു ശ്രദ്ധയില്ല. പാപ്പോ എന്തായി? ആരാ? നമസ്കാരം. ശരി ശരി. നീ എതുക്ക് ഇങ്ങ വന്നത്? ചുമ്മാ നില്ല. നീ എങ്ങനെ ഇവിടെ വന്നു? എന്തിനാ ഇവിടെ വന്നു? ചുമ്മാ സാറിനെ കാണാൻ. അല്ല, കുറച്ചു ദിവസമായിട്ട് മുങ്ങി നടക്കാണല്ലേ? ഏയ് അത് പറയരുത്. മുങ്ങി നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെന്നുണ്ടെങ്കിൽ സാറിനെ കാണാൻ ഇപ്പൊ ഇവിടെ വരുമായിരുന്ന. വെറുതെ കാണാനാ? വെറുതെ അല്ല, കാശും കൊണ്ടാ. കാശം കൊടുത്ത് കാശ് മറ്റേ കൊണ്ടുപോയില്ലേ? അതല്ലെന്ന്. ആ മരുവത്തിന്റെ ചിട്ടി വിളിച്ച കാശ് സാറിന് കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് മുതലാളി മറന്നുപോയാ മടിയിൽ വെച്ചില്ലേ? ആ കാശ് അങ്ങോട്ട് സാറിന് ഇപ്പൊ എങ്ങനെ എന്ത്? കയ്യിലിരിക്കണ കാശ് മേടിച്ചിട്ട് ചെവിട്ടി കയറിയിരുന്ന് കുമ്പുസാരിക്കുന്നോടാ പട്ടി. മറ്റേ കാശ് കിട്ടിയില്ലേ? കിട്ടി. എവിടെ? ഇതൊരു പാഠമായിരിക്കട്ടെ. ടീച്ചർ, നാളെ നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? പഴമുതിർച്ചോലയിലേക്ക്. ഞാനില്ല കുട്ടികളെ, നിങ്ങൾ പോയിക്കോളൂ. മുരുക താരാസുര സംഘട്ടനം കേട്ടപ്പോ മുതല് ആ സ്ഥലത്തുനിന്ന് പോണമെന്നൊരു ആഗ്രഹം. സ്വന്തം അമ്മ അയച്ചു കൊടുത്ത വേദാസ്ത്രം കൊണ്ട് അസുരനെ കൊന്ന മുരുകന്റെ കഥ. മുരുകന്റെ അമ്മ ആരാന്നറിയോ നിനക്ക്? ബുദ്ധൂസ്. പാർവതി ദേവി, സാക്ഷാൽ പരമശിവന്റെ ഭാര്യ, ഗണപതിയുടെയും മുരുകന്റെയും അമ്മ. എന്താ ടീച്ചർ, ഒന്ന് പോയാലോ നമുക്ക്? ടീച്ചർക്ക് എന്തോ മനസ്സിന് നല്ല പ്രയാസമുള്ളത് പോലെ. കഴിഞ്ഞതെല്ലാം മറക്കണം ടീച്ചർ. മോൾ എന്നോട് മറക്കാൻ പറഞ്ഞത് എത്ര നിസ്സാരമായിട്ടാ. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല മോളെ. ടീച്ചർ, എനിക്ക് മനസ്സിലാവും ടീച്ചറുടെ ദുഃഖം. അതറിയാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്കിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചു കൂട്ടുമ്പോൾ മനസ്സിന്റെ പ്രയാസങ്ങൾ കൂടുതലേ ചെയ്യൂ. പഴയതുപോലെ നൃത്തത്തിലേക്ക്, ഐ മീൻ ഒരു ഡാൻസ് സ്കൂളിനെ പറ്റി ആലോചിച്ചൂടെ ടീച്ചർക്ക്? ആ ക്ലാസ്സും കുട്ടികളും എല്ലാം കൂടെ ആവുമ്പോ മനസ്സിന് റിലീഫ് ആവില്ലേ? ഇല്ല കുട്ടി, ഒന്നിനും എന്റെ മനസ്സിന് ആശ്വാസം തരാൻ കഴിയില്ല. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുന്നതുവരെ ഒന്നിനും. ജീവിച്ചിരിക്കുന്നോ അതോ? ടീച്ചറെ ഞാൻ വിഷമിപ്പിച്ചോ? ആശ്വസിപ്പിക്കാൻ തുടങ്ങിയ ഞാൻ ഓരോ നിമിഷത്തിലും എന്നെ വേട്ടയാടുന്ന ഈ ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്കിടയിലും ഞാനിങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും കയറിയിറങ്ങി ഈശ്വരന്മാരോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. എന്റെ മോനെ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണിച്ചു തരണേന്ന്. എവിടെ, എങ്ങനെയാണ്, ഉണ്ടോ, ഉറങ്ങിയോ? എനിക്കതറിയില്ല എന്റെ ഈശ്വരന്മാരെ. മോക്കറിയില്ലല്ലോ, ഒന്നും അറിയാതെയല്ലേ എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയത്? ഒന്നും അറിയാതെയോ? ഇല്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യാൻ എന്റെ ശിവന് കഴിയില്ല. ആടാനും പാടാനും കൊതിച്ച് അവസാനം എന്റെ മോൻ ഇരുമ്പഴിക്കുള്ളിലായപ്പോഴും ഈ അമ്മയ്ക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടി? ഇപ്പോഴും എനിക്ക് എന്റെ കാതുകളിൽ കേൾക്കാം, ഇപ്പോഴും എനിക്ക് കാണാം. ചിലങ്ക കെട്ടിയാടുന്ന എന്റെ ശിവനെ.
ദിത്തേതാഹ ദിത്തിത്തെ ദിത്തിത്തെ ദിത്തേതാഹ തേ തേ ദിത്തിത്തെ തേ 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 തിത്തിത്തെ 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 താ തേ തിത്തിത്തെ താ തേ തിത്തിത്തെ താ തേ. നിർത്ത്. എന്തു പറ്റി അഞ്ജലി? നോക്ക്, കൈ ഇങ്ങനെ പിടിക്കണം. ദാ ഇങ്ങനെ. കാണട്ടെ. താ തേ തിത്തിത്തെ 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 താ. നമസ്കാരം. നമസ്കാരം. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ പ്രഭാകരൻ, ബാങ്കേഴ്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. മാഡത്തിന്റെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അയ്യോ, അതല്ല, എന്റെ ഹസ്ബൻഡാണ് കൈകാര്യം ചെയ്യുന്നത്. ആയിക്കോട്ടെ, എനിക്കറിയാം. സുധാകരനെ ഒന്ന് വിളിക്കാമോ? ഏട്ടൻ ഇവിടില്ല. എങ്കിൽ ഞാൻ പിന്നെ വരാം. അല്ലെങ്കിൽ വേണ്ട, സുധാകരനെ ഞാൻ കണ്ടോളാം. ആ, കഴിഞ്ഞ മാസം ഫൈൻ ആർട്സ് ഹാളിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. വളരെ മനോഹരമായിരുന്നു. താങ്ക്സ്. ശരി, എന്നാ പിന്നെ ആരാ? നിന്റെ മറ്റവനാടി. തുറക്കടി വാതില്. അച്ഛന്റെ മോർണിംഗ് വന്നേ. ആ, ഇത് അച്ഛന്റെ മോന്. അച്ഛൻ ഒരുപാട് അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള ആളാണെന്നാ അമ്മ പറയുന്നത്. എന്തിനാ നിങ്ങൾ ഈ വേണ്ടാത്തതൊക്കെ പറയുന്നത്? ഓ സോറി, അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ മനസ്സിലതാ. ഇനിയും അച്ഛൻ ഇങ്ങനെ തന്നെ ആയിരിക്കും മോനെ. മോൻ അച്ഛനെ പേടിക്കണ്ട. അച്ഛൻ ഒരു പാവമല്ലേ? പറയ്, അച്ഛൻ ഒരു പാവമല്ലടാ. പിന്നെ നൃത്തവും സംഗീതവും താളവും മേളവും ഒന്നും ഈ സുധാകരൻ അറിയില്ല. പക്ഷെ ഈ അച്ഛൻ നല്ലൊരു ആസ്വാദകനാ. അതല്ലെന്ന് പറയട്ടെ, ദ ഗ്രേറ്റ് ഡാൻസർ യാമിനി സുധാകരൻ. അത് പറ്റില്ല, പറയാൻ അവൾക്ക് പറ്റില്ല. അതാ അതിന്റെ ഒരു മോനെ മോനെ കുട്ടാ. സുധാരേട്ടാ, ഭക്ഷണം എടുത്തു വെക്കട്ടെ? ആ, നീ എടുത്തു വെക്ക്. ഞാൻ എന്റെ മോനോടൊന്ന് സംസാരിക്കട്ടെ. അവൻ ഉറങ്ങട്ടെ സുധാരേട്ടാ. നീ പറയുന്നത് കേട്ടാ മതി. എനിക്ക് എന്റെ മോനോട് സംസാരിക്കാൻ നിന്റെ അനുവാദം വേണ്ട. വാ അച്ഛന്റെ മോനെ വാ. ദേ, അച്ഛന് നൃത്തവും അറിയില്ല സംഗീതവും അറിയില്ല എന്ന് കരുതി എന്റെ ശിവൻ എന്റെ മോനല്ലാതെ ആവുമോ? അച്ഛന് നൃത്തമൊക്കെ അറിയാം. ദേ കണ്ടോ കണ്ടോ. അല്ലെങ്കിൽ ഇന്ന് ഇനി വേണ്ട, മോൻ കിടന്നു ഉറങ്ങിക്കും. വാവു മോനെ, അച്ഛന്റെ പൊന്നു മോനല്ലേ. വാങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏട്ടാ, ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ട. നമ്മുടെ മോനെ ഓർത്തെങ്കിലും ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ? ഏയ്, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റൂല. ഇപ്പൊ ഇതാ എനിക്കൊരാശ്വാസം. അപ്പൊ ഞങ്ങൾക്കോ? അതെന്താ സുധാകരൻ ആലോചിക്കത്തെ? പിന്നെ നീ എന്നെ കൂടുതൽ ഉപദേശിക്കണ്ട. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനാണ് ഇപ്പൊ കരയുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? ഓ, സുധാകരൻ വെറും സുധാകരനാ, ഫേമസ് അല്ലാത്ത സുധാകരൻ. നീ പ്രശസ്ത നർത്തകി യാമിനി സുധാകരൻ. ആ, പിന്നെ ഇന്നൊരു പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ട്. വേണ്ട വേണ്ട ഏട്ടാ, ഞാനിനി പ്രോഗ്രാമിലൊന്നും പോകുന്നില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, ഞാനാ. ആ പ്രഭാകരൻ സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ പ്രോഗ്രാം ചെയ്തിരിക്കും.
എന്താ? അല്ല, അത് പിന്നെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു. ഓഡിയൻസിനെല്ലാം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരി, എന്നാ ഞാൻ എന്താ? സോറി, ഞാൻ സുധാകരനൊന്ന് കാണാൻ. അദ്ദേഹം എത്തിയിട്ടില്ല. ഓ, ഓക്കെ ഓക്കെ. വേണ്ട സുധാര, വേണ്ട വേണ്ട. കള്ളു കുടിച്ച വയറ്റി കിടക്കണം. നീ എന്താണ് എന്നെ കുറിച്ച്? പിന്നീട് ബോധം തെളിഞ്ഞു നോക്കുമ്പോ എന്റെ സുധാകരേട്ടൻ അന്നു പോയതാ എന്റെ മോൻ. പിന്നെ ഇന്നേ വരെ എനിക്കവനെ കാണാനും കഴിഞ്ഞിട്ടില്ല.
സംഭവത്തിന് ശേഷം പ്രഭാകരൻ വീണ്ടും എന്നെ കാണാൻ വന്നിരുന്നു. എന്റെ മോന് ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നും സ്വന്തം മോനെ പോലെ നോക്കിക്കൊള്ളാമെന്നും എന്തു വില കൊടുത്തും കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചത് പ്രഭാകരനാണ്. ഇന്നെനിക്ക് മറ്റെല്ലാം ഉണ്ട്. എന്റെ മകനും മനസ്സമാധാനം ഒഴികെ. പിന്നീട് എപ്പോഴോ അവൻ ജയിൽ ചാടി ഞാൻ കാത്തിരുന്നു. അവൻ എന്റെ അടുത്ത് വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ഒന്നെനിക്കറിയാം, അവൻ ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന്. വരും ടീച്ചർ, വരും. പല അതിശയങ്ങളും കാണിച്ചിട്ടുള്ളതാ പഴനിയാണ്ടവൻ.